ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലുട. ഇപ്പോൾ നമ്മുടെ മല്ലു ഡബിളിലൂടെ പറയുന്നത് സ്പൈഡർമാൻ്റെ സ്റ്റോറിയാണ്. ഇപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ്റെ അവസ്ഥ എന്താണ്, അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് ഉടൻ തന്നെ അറിയാനായിട്ട് സാധിക്കും. പീറ്ററിന്റെ പുതിയ അതിസാഹസ്യമായിട്ടുള്ള കഥകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു മൂവി സ്റ്റാർട്ടിംഗ് ടു എൻഡ് വരെ കാണണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മൂവിയിലേക്ക് കടന്നെല്ലാം. ഇപ്പം നമ്മുടെ കഥാനായകനായിട്ടുള്ള പീറ്റർ പാർക്കർ ആവട്ടെ, അവൻ്റെ ജീവിതം തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. പക്ഷേ അതിൽ ചെറിയൊരു പ്രശ്നം പറ്റിയിരിക്കുന്നു. കാരണം അവനിപ്പോൾ അവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഒന്നും തന്നെ ശ്രദ്ധിക്കാനോ വേണ്ടത്ര ശ്രദ്ധ പുലർത്താനോ അവന് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ അവന്റെ പ്രണയവും അവന് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. മേരി ജെയിനെ അവന് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ചില പ്രതിസന്ധികൾ മൂലം അവനത് തുറന്നു പറയാനോ അവളുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാനോ സാധിക്കുന്നില്ല. മേരി ജെയിൻ ഇപ്പോൾ പഴയ മേരി ജെയിൻ അല്ല, അവളിപ്പോൾ വലിയൊരു ആക്ട്രസ് ആണ്. മാത്രം അവൾക്ക് ഒരുപാട് അവസരങ്ങളും അതുപോലെ തന്നെ ജനങ്ങളെല്ലാം തന്നെ അവളിപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ പാവം കഥാനായകനായിട്ടുള്ള പീറ്റർ ആവട്ടെ, അവനിപ്പോൾ അവന്റെ ഡെയിലി എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഒരു പിസ്സ ബോയ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സമൂഹത്തെ സേവിക്കുന്ന നമ്മുടെ പീറ്ററിനാവട്ടെ സ്വന്തം കാര്യം നോക്കാനായിട്ട് ഒട്ടും തന്നെ സമയമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അവൻ ഓർഡർ ചെയ്യുന്ന പിസകളെല്ലാം തന്നെ വളരെ ലേറ്റ് ആയിട്ടായിരുന്നു കസ്റ്റമേഴ്സിന്റെ കയ്യിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. അതിനെ തുടർന്ന് പിസ്സ ഷോപ്പിന്റെ ഉടമസ്ഥൻ അവന് നല്ല രീതിയിൽ വഴക്കു പറയുകയും ഇനിയും നീ ഡിലേ ആയിട്ടാണ് ഡെലിവറി ചെയ്യുന്നതെങ്കിൽ നിന്റെ ജോലി തന്നെ ഞാൻ തെറിപ്പിക്കുമെന്ന് കൂടെ ഒരു വാണിംഗ് കൊടുക്കുകയാണ്. തിരക്കുള്ള ആ വലിയ സിറ്റിയിലൂടെ നമ്മുടെ പാവം കഥാനായകൻ പോകുന്നത് ഒരു സാധാ MIT-യിലാണ്. റോഡിലാണെങ്കിലോ വളരെയധികം ട്രാഫിക് ബ്ലോക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോയാൽ താൻ ഒരിക്കലും യഥാർത്ഥ സമയത്ത് അവിടെ ഡെലിവർ ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി നമ്മുടെ സ്പൈഡർമാൻ ആവട്ടെ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ സ്പൈഡർ സ്യൂട്ട് അണിഞ്ഞുകൊണ്ട് തന്റെ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് തൂങ്ങിയാടി അദ്ദേഹം ഇപ്പൊ ഡെലിവർ ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒരുപാട് കുട്ടികൾ ഒരു റോഡിൽ വെച്ച് കളിക്കുന്ന സമയത്ത് അവർക്കെതിരെ ഒരു വാഹനം വരികയും ആ കുട്ടികളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഇതേ സമയത്ത് വളരെ അത്ഭുതകരമായിട്ട് സ്പൈഡർമാൻ ആ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നു. തലനാരിഴകിലാണ് ആ കുഞ്ഞുങ്ങളുടെ ജീവൻ നമ്മുടെ സ്പൈഡർമാൻ രക്ഷിച്ചെടുത്തത്. അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് ഒരു ഉപദേശം കൂടെ അദ്ദേഹം ഇവിടെ കൊടുക്കുന്നുണ്ട്. റോഡിൽ ഇറങ്ങി ഒരിക്കലും തന്നെ കളിക്കാൻ പാടില്ല. കുഞ്ഞുങ്ങളെ രക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ പിസ്സ ബോക്സ് ആവട്ടെ നമ്മുടെ കഥാനായകൻ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ് വെച്ചിരുന്നത്. ആ ബിൽഡിങ്ങിന്റെ ഓണർ അങ്ങോട്ടേക്ക് കടന്നു വരികയും ഇതിൽ നിന്ന് നൈസ് ആയിട്ടൊരു പിസ്സ അടിച്ചു മാറ്റുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ട നമ്മുടെ സ്പൈഡർമാൻ ആവട്ടെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്റെ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പിസ്സ കൂടെ കരസ്ഥമാക്കുകയും പിന്നീട് അത് യഥാസ്ഥാനത്ത് ഡെലിവർ ചെയ്യാൻ പോവുകയും ചെയ്യുകയാണ്. സ്പൈഡർമാൻ ഒരുപാട് കഷ്ടപ്പെട്ട് തന്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുകയാണ്. പക്ഷെ അവൻ എത്തിയപ്പോൾ 4 മിനിറ്റ് വൈകി പോയതിനെ തുടർന്ന് ആ ഒരു ഓർഡർ ചെയ്ത ലേഡി അവന് പൈസ കൊടുക്കാനായിട്ട് തയ്യാറായില്ല. എന്നാൽ ഇതിനെ തുടർന്ന് ആ പിസ്സ അവരെ ഏൽപ്പിക്കുകയും അതിനുശേഷം പൈസ ഇല്ലാതെ അവൻ തിരികെ മടങ്ങി വരികയും ചെയ്യുകയാണ്. പിസ്സ ഷോപ്പിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം പൈസ ചോദിച്ചപ്പോൾ അവർ പണം തന്നില്ല എന്ന് സ്പൈഡർമാൻ വളരെ ദയനീയമായിട്ട് മറുപടി കൊടുക്കുകയാണ്. ഓ, അപ്പൊ നീ ഇന്നും വളരെ ലേറ്റ് ആയിട്ടാണല്ലേ ഡെലിവർ ചെയ്തത്? വളരെയധികം ക്ഷുഭിതനായിട്ടുള്ള ഓണർ ആവട്ടെ അവനെ ഉടൻ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. ഒരുപാട് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ അയാൾ കേൾക്കാൻ തയ്യാറാവാതെ അവനെ ഉടൻ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. എന്നാൽ പീറ്ററിന് വേറെ ഒരു സൈഡ് വർക്ക് കൂടെ ഉണ്ട്. അതായത് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അത് ന്യൂസ് പേപ്പറിൽ കൊടുക്കുന്ന ഒരു ചെറിയ സൈഡ് വർക്ക് കൂടെ അവനുണ്ടായിരുന്നു. പീറ്റർ ചെയ്തുകൊണ്ടിരുന്ന പാർട്ട് ടൈം ജോബ് നമുക്കെല്ലാം തന്നെ പരിചിതമാണ്. അതായത് അവന്റെ തന്നെ ഫോട്ടോസ് അവൻ ഒളിക്യാമറ വെച്ച് എടുക്കുകയും അതിനുശേഷം അത് വിൽക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അവന്റെ ഫോട്ടോസ് ജെയിംസും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് എല്ലാം ചേർന്നുകൊണ്ട് ആ ഫോട്ടോസ് എല്ലാം തന്നെ ദുരുപയോഗം ചെയ്യുകയും അതുപോലെ തന്നെ മിസ്യൂസ് ചെയ്യുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് അവനിപ്പോൾ കുറെ പ്രകൃതിയുടെയും അതുപോലെ തന്നെ നേച്ചറിന്റെ ഒക്കെ ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയാണ്. ഇത് കണ്ട് ക്ഷുഭിതനായിട്ടുള്ള ജെയിംസ് പറയുകയാണ്, എനിക്ക് നിന്റെ ഈ ഫോട്ടോസ് ഒന്നും വേണ്ട, എനിക്ക് വേണ്ട ഫോട്ടോസ് അത് ഞാൻ ആവശ്യപ്പെട്ടതാണ്, അത് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ മാത്രം നിനക്ക് ഇവിടെ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിനക്ക് പോകാമെന്ന് പറഞ്ഞ് വീണ്ടും അവനെ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞുവിടാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്പൈഡർമാന്റെ ഒരു ക്ലോസപ്പ് ഷോട്ടിലുള്ള ഒരു ഫോട്ടോ പീറ്റർ അവിടെ ഉടൻ തന്നെ ജെയിംസിന് കൊടുക്കുകയാണ്. ആ ഒരു ഫോട്ടോ മേടിച്ചതിന് ശേഷം വളരെ തുച്ഛമായൊരു പണം മാത്രമാണ് അവനവിടെ അദ്ദേഹം നൽകിയത്. എന്നാൽ ഇത് കണ്ട് വളരെയധികം സങ്കടമായിട്ട് നമ്മുടെ പീറ്റർ അവിടെ പുറത്തേക്ക് വരികയാണ്. പിന്നീട് അവൻ മറ്റൊരു പാർട്ട് ടൈം ജോബ് കൂടെ തനിക്ക് ലഭിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് സിറ്റിയിൽ അന്വേഷിച്ച് നടക്കുകയാണ്. പിന്നീട് ഒട്ടും തന്നെ സമയം കളയാതെ തന്റെ സയൻസ് ക്ലാസ് ലക്ഷ്യമാക്കിയിട്ട് അവൻ ഓടുകയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അവൻ എത്തിയപ്പോഴത്തേക്കും ആ ഒരു ക്ലാസ് കഴിഞ്ഞിരുന്നു. അവന്റെ പ്രൊഫസർ അവനെ കാണുകയും അവനോട് വളരെ മോശമായി പെരുമാറുകയും ചെയ്യുകയാണ്. പീറ്റർ, നിനക്ക് എന്താണ് പറ്റിയത്? ഇത്രയും കാലം നീ വളരെ ബ്രൈറ്റ് സ്റ്റുഡന്റ് ആയിരുന്നു, പക്ഷെ കുറച്ച് നാൾ നിന്റെ നിലവാരം വളരെയധികം മോശമാണ്. ഇങ്ങനെയാണ് നിന്റെ പോക്കെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിന്നെ തോൽപ്പിക്കേണ്ടതായിട്ട് വരുമെന്ന് കൂടെ അദ്ദേഹം അവന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. കാരണം പാവം പീറ്ററിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് സാറിന് അറിയില്ലായിരുന്നു. ദയവായി സാറിനോട് ക്ഷമിക്കണം. ഇനി മേലെ ഇത്തരത്തിലുള്ള തെറ്റുകൾ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഞാൻ എന്റെ കുറവുകളെല്ലാം തന്നെ നികത്തി കൂടുതൽ മികച്ച രീതിയിൽ ഇനി പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവനിപ്പോ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ആന്റിയുടെ അടുത്തേക്ക് തിരികെ എത്തിയപ്പോൾ അവന് കാണാൻ സാധിച്ചത് വളരെയധികം സർപ്രൈസ് ആയിട്ടൊരു കാര്യമാണ്. അതായത് അവന്റെ ആന്റിയുടെ അടുത്തേക്ക് മേരി ജെയിനും അതുപോലെ തന്നെ അവന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഹാരിയും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പീറ്റർ ആവട്ടെ അവർ രണ്ടുപേരെയും കണ്ടതിന് ശേഷം വളരെയധികം സന്തോഷിക്കുകയാണ്. നിങ്ങൾ എന്താ ഇവിടെ, ഇന്ന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നൊക്കെ അവൻ അവന്റെ അടുത്ത് ചോദിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിനക്കറിയില്ലേ? ഇത് നിന്റെ ബർത്ത്ഡേ ആണ് എന്ന് അവന്റെ ആന്റി അവന്റെ അടുത്തൊന്ന് പറയുകയാണ്. ഓ
ഓ, ഞാനത് മറന്നുപോയെന്ന് വളരെയധികം കെയർലെസ് ആയിട്ട് നമ്മുടെ പീറ്റർ മറുപടി പറയുകയാണ്. അല്ലെങ്കിലും ഈയിടെയായിട്ട് നിന്റെ ശ്രദ്ധ ഞങ്ങളിലും അതുപോലെ തന്നെ നിന്നിലും ഒന്നുമല്ലല്ലോ. നീ ഇപ്പോൾ അവന്റെ പുറകെയല്ലേ, അതായത് സ്പൈഡർമാന്റെ. ഹാരിക്ക് തന്റെ അച്ഛന്റെ ഘാതകൻ സ്പൈഡർമാൻ ആണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പീറ്റർ സ്പൈഡർമാന്റെ പുറകെ പോകുന്നത് ഹാരിക്ക് ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പീറ്ററിന് സ്പൈഡർമാനെ കുറിച്ച് എന്തൊക്കെയോ അറിയാമെന്ന് കരുതിയിട്ട് ഹാരി ഒരുപാട് ചോദ്യങ്ങൾ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും പീറ്റർ അവന്റെ ചോദ്യത്തിന് ഒന്നും തന്നെ പ്രോപ്പറായിട്ട് മറുപടി കൊടുക്കുന്നില്ല. അതിനുശേഷം അവന്റെ റിസർച്ചിനെ കുറിച്ചും പഠനത്തെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് ഹാരിയുടെ. എനിക്ക് ഡോക്ടർ ഒക്ടോവിയസിന്റെ അടുത്ത് പോയിട്ട് ഒരുപാട് കാര്യങ്ങളിലൂടെ പഠിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങൾ ശേഖരിക്കാനും ഉണ്ടെന്നൊക്കെ പീറ്റർ ഇപ്പോൾ ഹാരിയുടെ അടുത്ത് പറയുകയാണ്. തീർച്ചയായിട്ടും ഡോക്ടർ ഒക്ടോവസ് എൻ്റെ കമ്പനിയുടെ പണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള റിസർച്ചുകളെല്ലാം തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് നിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിനക്ക് തീർച്ചയായിട്ടും നിന്റെ റിസർച്ച് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഹാരി പീറ്ററിന് വാക്ക് കൊടുക്കുകയാണ്. പിന്നീട് ആവട്ടെ പീറ്ററിന്റെ ആ ഒരു ബർത്ത്ഡേ പാർട്ടി വളരെ ആഘോഷപൂർവ്വം നടത്തുകയും അവരെല്ലാം തന്നെ പിരിഞ്ഞു പോവുകയും ചെയ്യുകയാണ്. ഈ സമയത്താണ് വളരെ അപ്രതീക്ഷിതമായിട്ട് പീറ്റർ അവിടെ ഒരു നോട്ടീസ് കാണാനിടയാവുന്നത്. അതായത് പീറ്ററിന്റെ ആൻറ്റി ആ ഒരു വീടിന്റെ പേരിൽ ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു പേപ്പറാണ് അവനിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് കണ്ടതിന് ശേഷം അവൻ വളരെയധികം ഷോക്കാവുകയാണ്. കാരണം ആന്റിയും അങ്കിളും അവരുടെ ഒരു ബുദ്ധിമുട്ട് പോലും അവനെ അറിയിച്ചിരുന്നില്ല. എന്നാൽ ആന്റി ഇപ്പോൾ വളരെ സങ്കടത്തോടെ കരയുകയാണ്. എനിക്ക് ഈ ബുദ്ധിമുട്ടുകളെല്ലാം നിന്നെ അറിയിക്കേണ്ടി വന്നതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്, എന്നോട് നീ ക്ഷമിക്കില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. കാരണം അവന്റെ ആന്റിക്കും അങ്കിളിനും അവനെ അത്രമേൽ ഇഷ്ടമായിരുന്നു. ഒരു കുറവുമില്ലാതെ അവനെ വളർത്തിയെടുക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. ഇപ്പോൾ പീറ്റർ വീണ്ടും പോകാൻ നോക്കുന്ന സമയത്ത് അവന്റെ ആന്റി അവന് കുറച്ച് പണം കൂടെ ഏൽപ്പിക്കുകയാണ്. ദയവ് ചെയ്ത് ഇനി എനിക്ക് പണം തരരുത്, ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു പണം വാങ്ങിക്കുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ ആന്റി പറയുകയാണ്, നീ ഒന്നും പറയണ്ട, നീ ഈ പണം വാങ്ങിക്കണം, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് വിങ്ങലോടുകൂടെ ആ ഒരു കാശ് അവനെ ഏൽപ്പിക്കുകയാണ്. ആന്റിക്കാവട്ടെ ഇപ്പോഴും അങ്കിളിന്റെ വിരാമം ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. പീറ്ററിന് ഇപ്പോൾ ഇതെല്ലാം ഓർത്ത് ഒരുപാട് ദുഃഖമാണ്. എന്നാൽ ഇതേ സമയത്താണ് അവൻ മേരിയെ കുറിച്ച് ആലോചിക്കുന്നത്. മേരി അവന്റെ വീട് തൊട്ടടുത്ത് തന്നെയാണല്ലോ, അതുകൊണ്ട് മേരി ഒന്ന് കാണാമെന്നുള്ള ചിന്തയിലേക്ക് വരികയാണ് നമ്മുടെ പീറ്റർ ഇവിടെ. പിന്നീട് മേരിയും അതുപോലെ തന്നെ പീറ്ററും ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മേരിക്ക് പീറ്ററിനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ പീറ്റർ ആവട്ടെ ഒന്നും തന്നെ വിട്ടു പറയാനോ അവളുടെ അടുത്ത് അവന്റെ സ്നേഹം തുറന്നു പറയാനോ തയ്യാറാവുന്നില്ല. മേരിക്ക് വളരെ നന്നായിട്ട് അറിയാം പീറ്റർ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷെ അത് പീറ്ററിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാനുള്ള ഒരു ആഗ്രഹമാണ് മേരിക്ക് ഇവിടെ. എന്നാൽ പീറ്റർ ആവട്ടെ അതൊന്നും തന്നെ തുറന്നു പറയാനായിട്ട് തയ്യാറാവുന്നുമില്ല. പീറ്റർ, നാളെ എൻ്റെ വളരെ പ്രശസ്തമായിട്ടൊരു നാടകം അരങ്ങേറുന്നുണ്ട്, അത് കാണാനായി നീ തീർച്ചയായിട്ടും വരണമെന്ന് മേരി അവനെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഞാൻ അതിന്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്ന് നമ്മുടെ പീറ്റർ അവൾക്ക് വാക്ക് കൊടുക്കുകയാണ്. പിറ്റേ ദിവസം പീറ്റർ ആവട്ടെ ഡോക്ടർ ഒക്ടോവസിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. അദ്ദേഹം ആവട്ടെ അവിടെ എന്തൊക്കെയോ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പീറ്ററിന്റെ ഒപ്പം ഹാരി ഉണ്ടായതുകൊണ്ട് തന്നെ ഹാരിയെ കണ്ടതിന് ശേഷം ഒക്ടോവസ് ആവട്ടെ ഹാരിയുടെ അടുത്ത് വന്നിട്ട് ഒരുപാട് നേരം സംസാരിക്കുകയാണ്. കാരണം ഹാരി ആണല്ലോ അദ്ദേഹത്തിന് എക്സ്പെരിമെന്റിന് വേണ്ട എല്ലാ തരത്തിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടും ചെയ്യുന്നത്. പക്ഷെ ഹാരി ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം ഈ ഒരു എക്സ്പെരിമെന്റ് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഡോക്ടറിന് ഒരു നോബൽ പ്രൈസും അതുപോലെ നമ്മുടെ ഹാരിയുടെ കമ്പനിക്ക് വലിയൊരു വളർച്ച കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ്. ഹാരി ആവട്ടെ പീറ്ററിനെ അദ്ദേഹത്തിന്റെ അടുത്ത് ഏൽപ്പിച്ചതിന് ശേഷം ഹാരി ഇപ്പോൾ പുറത്തേക്ക് കടന്നു പോവുകയാണ്. പീറ്ററിന് ആ ഒരു ലാബ് കണ്ടിട്ട് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ അതിശയം ഉണ്ടാവുകയാണ്. പിന്നെ ഈ ഡോക്ടറിന്റെ അടുത്ത് പീറ്റർ ആവട്ടെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയും അതെല്ലാം തന്നെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. പീറ്ററിന്റെ ഇത്തരത്തിലുള്ള എല്ലാ സംശയങ്ങളും കേട്ടതിനെ തുടർന്ന് ഡോക്ടറിന് ഇവിടെ ഒരുപാട് സന്തോഷമാവുകയാണ്. അതുമാത്രമല്ല പീറ്റർ ഒരു നിസ്സാരക്കാരനല്ല എന്നും അവനൊരു ബ്രില്യൻ ബോയ് ആണെന്ന് കൂടെ അദ്ദേഹത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഡോക്ടറിന്റെ പുതിയ പരീക്ഷണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഒരു എനർജി സോഴ്സ് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതായത് സൂര്യനിൽ നടക്കുന്ന ആ ഒരു പ്രവർത്തനം തന്നെ റീക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഡോക്ടർ ഇവിടെ. ചുരുക്കി പറഞ്ഞാൽ ഒരു കൊച്ചു സൂര്യനെ തന്നെയാണ് ഡോക്ടർ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിലൂടെ ഒരുപാട് എനർജി ഈ ഒരു ലോകത്തിന് കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് ഡോക്ടർ ഇപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഇത് ലോകത്തിന് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് കൂടെ ഉണ്ടാക്കുമെന്ന് പീറ്റർ ഇപ്പോൾ ഡോക്ടറിനെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതെല്ലാം കേട്ടതിനെ തുടർന്ന് ഡോക്ടറിനും ചെറിയ രീതിയിൽ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല, എനിക്ക് എൻ്റെ പരീക്ഷണത്തിലും അതുപോലെ തന്നെ എൻ്റെ കഴിവിലും ഒരുപാട് വിശ്വാസമുണ്ട്, അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് ഭയപ്പെടണ്ട എന്ന് ഡോക്ടർ ഇപ്പോൾ പീറ്ററിന് അടുത്ത് മറുപടി പറയുകയാണ്. പിന്നീട് അവിടെ ഡോക്ടറും അതുപോലെ തന്നെ പീറ്ററും അവിടെ ഒരു ഫുഡ് കഴിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതേ സമയത്ത് ഡോക്ടറുടെ വൈഫ് അങ്ങോട്ടേക്ക് കടന്നു വരികയും അവനടുത്ത് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുകയാണ്. ഡോക്ടറും അതുപോലെ തന്നെ ഡോക്ടറുടെ വൈഫും ലവ് മാരേജ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള വിഷയവും ലവിനെ കുറിച്ച് തന്നെയാണ്. എന്റെ ലവിനെ കുറിച്ച് പറയാതിരിക്കുന്നത് തന്നെയാണ് ഭേദമെന്ന് പറഞ്ഞതിന് ശേഷം പീറ്റർ ആവട്ടെ ആ ഒരു ടോപ്പിക് അവിടെ അവസാനിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പീറ്റർ,
ലവ് എന്ന് പറയുന്ന സയൻസ് പോലെ കെമിസ്ട്രി പോലെ ബയോളജി പോലെ ഒന്നും തന്നെയല്ല. അത് വളരെയധികം സങ്കീർണമായ ഒരു കാര്യമാണ്. അതിന് നീ നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആവേണ്ടിയിരിക്കുന്നു. നിനക്ക് ലവർ ഉണ്ടെങ്കിൽ അവളെ ഈസി ആയിട്ട് വളയ്ക്കാനുള്ള ഒരു ടിപ്പ് കൂടെ ഞാൻ പറഞ്ഞു തരാം. അതായത് നീ നല്ല രീതിയിൽ റൊമാൻറ്റിക് ആവുകയും അതുപോലെ തന്നെ കുറച്ച് പഞ്ചാര അടിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വളരെ എളുപ്പത്തിൽ അവളെ വളച്ചെടുക്കാൻ പറ്റുമെന്നൊക്കെ അവരിപ്പോൾ പീറ്ററിനെ പറഞ്ഞു കൊടുക്കുകയാണ്. അവർ 3 പേരും നല്ല രീതിയിലുള്ള ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് കടന്നു പോവുകയാണ്. പീറ്ററിന് ഇപ്പം മനസ്സിൽ ഒരുപാട് ഐഡിയാസ് വന്നിരിക്കുകയാണ്. അതായത് ഡോക്ടർ പറഞ്ഞ പോലെ കുറച്ച് കവിതയും അതുപോലെ തന്നെ കുറച്ച് സാഹിത്യമൊക്കെ പറയുകയാണെങ്കിൽ മേരി ജെയിനെ എളുപ്പത്തിൽ വളച്ചെടുക്കാമെന്ന് മനസ്സിലാക്കി നമ്മുടെ പീറ്റർ ആവട്ടെ ഒരു കവിതയുടെ ബുക്കൊക്കെ വാങ്ങിച്ചതിന് ശേഷം അതിൽ നിന്ന് ഏതാനും കവിതകൾ കാണാപ്പടം പഠിക്കുകയാണ്. എന്നാൽ മണ്ടനായ പീറ്ററിന് ഇതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. മേരി ജെയിന് ഓൾറെഡി നമ്മുടെ പീറ്ററിന് ഒരുപാട് ഇഷ്ടമാണ്. പീറ്റർ അവൻ്റെ മനസ്സിലുള്ള സ്നേഹം അവളുടെ അടുത്തുനിന്ന് തുറന്നു പറയേണ്ട കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ അവനാവട്ടെ അതിനൊന്നും തന്നെ തയ്യാറാവുന്നില്ല. പീറ്റർ ഉടൻ തന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വളരെ സ്റ്റൈലായിട്ട് മേരിയുടെ പുതിയ ഡ്രാമ നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. പോകുന്നതോ അവന്റെ സ്വന്തം MIT-യിൽ. ഇത്തരത്തിൽ വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവന് ചില ശബ്ദങ്ങൾ അവന് കേൾക്കാനായിട്ട് സാധിച്ചത്. ഉടൻ തന്നെ അവൻ മുകളിലേക്ക് ചാടുകയും ഉടൻ തന്നെ അവന്റെ സ്കൂട്ടറിൽ 2 വണ്ടി വന്ന് ഇടിക്കുകയും ചെയ്യുകയാണ്. അത് മറ്റാരുമായിരുന്നില്ല, 2 കള്ളന്മാരായിരുന്നു. ആ കള്ളന്മാരെ അവിടെ പോലീസ് തുരത്തിക്കൊണ്ടിരിക്കുകയും പോയി ഇടിക്കുന്നുണ്ടെങ്കിലും അവരതൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. പീറ്ററിന്റെ MIT തവിട് പൊടിയായിരിക്കുന്നു. എങ്കിലും പോലീസുകാരാവട്ടെ ആ ഒരു കള്ളന്മാരെ പിന്തുടരുകയാണ്. കള്ളന്മാരുടെ വാഹനങ്ങൾ ഒരുപാട് വണ്ടികൾ. ഈ കാര്യങ്ങൾ ഒന്നും തന്നെ നോക്കി നിൽക്കാൻ കഴിയാതെ നമ്മുടെ പീറ്റർ ആവട്ടെ പെട്ടെന്ന് തന്നെ സ്യൂട്ടപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് ആ ഒരു കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുകയാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അതിലൊരു പോലീസുകാരുടെ വാഹനം നിയന്ത്രണം തെറ്റുകയും അതിനുശേഷം ആളുകളെ നശിപ്പിക്കാനായിട്ട് അത് കുതിച്ചു പായുകയും ചെയ്യുകയാണ്. ഉടൻ തന്നെ നമ്മുടെ സ്പൈഡർമാൻ ആവട്ടെ തന്റെ വല ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു കാറിനെ എയറിൽ പിടിച്ചു നിർത്തുകയാണ്. ഇതിലൂടെ വലിയൊരു ദുരന്തം തന്നെ അവനവിടെ ഒഴിവാക്കുന്നു. ഈ ഒരു അവസരം മുതലെടുത്ത് കള്ളന്മാരാവട്ടെ സ്പൈഡർമാന് നേരെ തുര വെടിവെച്ചുകൊണ്ട് ഉടൻ തന്നെ അവരുടെ അടുത്തേക്ക് ചാടി വീഴുകയും ആ 2 തോക്കുകളും അവനെ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലോക്ക് ചെയ്യുകയും ആ 2 കള്ളന്മാരെയും അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ട്രീറ്റ് ലൈറ്റിൽ കൊളുത്തിടുകയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ സ്പൈഡർമാൻ. ഫൈറ്റും സ്റ്റണ്ടും എല്ലാം തന്നെ ശുഭകരമായി അവസാനിച്ചുവെങ്കിലും മേരിയുടെ നാടകം കാണാൻ വേണ്ടി തിരികെ എത്തിയ നമ്മുടെ സ്പൈഡർമാന് നിരാശയായിരുന്നു ഫലമുണ്ടായത്. കാരണം നാടകം ഓൾറെഡി തുടങ്ങിയതിനാൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി അവനെ അകത്തേക്ക് കയറ്റിവിടാനായിട്ട് തയ്യാറായില്ല. ഒരുപാട് ദുഃഖിതനായ പീറ്റർ ആവട്ടെ മേരിയും കാത്ത് ആ ഒരു നാടകം നടക്കുന്ന സെന്ററിനെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. നാടകം ഇവിടെ നല്ല രീതിയിൽ അരങ്ങേറുകയാണ്. പക്ഷെ മേരിയുടെ മുഖത്തും ഇപ്പോൾ ഒരു വിഷാദമാണ്. കാണികളുടെ ഇടയിൽ എവിടെയെങ്കിലും പീറ്റർ ഉണ്ടോ എന്ന് അവൾ ഒരുപാട് തവണ നോക്കുന്നുണ്ടെങ്കിലും അവൾ ഒരുപാട് സ്നേഹിക്കുന്ന തന്റെ പീറ്ററിനെ മാത്രം അവൾക്ക് അവിടെ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. പിന്നീട് നാടകത്തിന്റെ അവസാനം പുറത്തിറങ്ങി പീറ്ററിനെ അന്വേഷിക്കുമ്പോഴും അവൾക്ക് അവനെ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ പീറ്റർ ആവട്ടെ ഒത്തിരി ദൂരം അവളെയും കാത്ത് ആ ഒരു റോഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് ഒരുപാട് പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്ന സൗണ്ട് അവൻ കേൾക്കാൻ ഇടയാകുന്നത്. ഒരുപാട് തിരഞ്ഞിട്ടും പീറ്ററിനെ കാണാൻ നിൽക്കുന്ന മേരി ജെയിന്റെ അടുത്തേക്ക് മറ്റൊരാൾ കടന്നു വരികയാണ്. അതിനുശേഷം മേരിയുമായിട്ട് ഡിന്നറിനായിട്ട് അവർ അങ്ങോട്ട് കടന്നു പോകുന്നു. ഇതെല്ലാം ദൂരെ നിന്ന് നോക്കിക്കണ്ട് നമ്മുടെ പീറ്ററിന് ഒരുപാട് സങ്കടമാവുകയാണ്. മേരി ജെയിന്റെ മനസ്സിൽ ഇപ്പോൾ പീറ്ററിനോട് ചെറിയൊരു വെറുപ്പ് കയറി തുടങ്ങിയിരിക്കുന്നു. കാരണം മേരി ജെയിൻ ആവശ്യപ്പെട്ട ഒരു കാര്യം പോലും പീറ്റർ ചെയ്തു കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്കിപ്പോൾ അവനെ ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തൊരു അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. പീറ്റർ അവിടെ വളരെയധികം നിസ്സഹായനാവുകയും അതിനുശേഷം തന്റെ സ്യൂട്ടപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് കടന്നു പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ അവൻ വലിയൊരു ഹൈറ്റിലേക്ക് പോയിട്ട് അവിടെ നിന്ന് അവന്റെ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് വരാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു നെറ്റ് പുറപ്പെടാതിരിക്കുകയും അതിലൂടെ അവൻ താഴെ വീണ് അവന് നല്ല രീതിയിലുള്ള പരിക്ക് പറ്റുകയും ചെയ്യുകയാണ്. പിന്നീട് അവിടെ വളരെ കഷ്ടപ്പെട്ട് അവൻ വീട്ടിലേക്ക് നടന്നു പോകുന്നു. ഇവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസമായിരിക്കുന്നു. പീറ്റർ നിന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഡോക്ടർ ഒക്ടോബസിന്റെ ആ ഒരു പരീക്ഷണത്തിന്റെ അവസാന ദിവസമാണിന്ന്. അദ്ദേഹം ഇന്നാണ് ആ ഒരു പരീക്ഷണം ലോകത്തിന് മുൻപിൽ കാഴ്ചവെക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷത്തോടു കൂടെ പീറ്ററും ഡോക്ടറിന്റെ ലാബ് ലക്ഷ്യമാക്കി പോവുകയാണ്. ഇപ്പോൾ അവിടെ ഒരുപാട് മീഡിയാസും അതുപോലെ തന്നെ മറ്റു പല സയന്റിസ്റ്റുകളും മാത്രമല്ല അതിന് ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഹാരിയും എല്ലാവരും തന്നെ ഒത്തുകൂടിയിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഡോക്ടർ ആവട്ടെ ആ ഒരു പരീക്ഷണത്തെ കുറിച്ച് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഒരു ഫ്യൂഷൻ ബേസ്ഡ് എനർജി സ്രോതസ് തന്നെയാണ് അദ്ദേഹം ഇവിടെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യനിൽ നടക്കുന്ന ആ ഒരു പ്രവർത്തനം തന്നെയാണ്. ആ ഒരു ഫ്യൂഷൻ റിയാക്ഷനാണ് അദ്ദേഹം ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇതിലൂടെ ഒരുപാട് എനർജി നമ്മുടെ ലോകത്തിന് കൊടുക്കാനായി സാധിക്കും. ഇപ്പൊ നമ്മുടെ ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഇതൊരു നവോത്ഥാനപരമായിട്ടുള്ള സഹായമായി മാറുമെന്ന് കൂടെ അദ്ദേഹം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല നമുക്ക് ഒരുപാട് ആവശ്യമുള്ളത് ഇലക്ട്രിസിറ്റിയാണ്. ഇതിലൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി എല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് കൂടെ അദ്ദേഹം ഇവിടെ പറയുകയാണ്. ഈ ഒരു പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ കൈകൾ ഒരിക്കലും തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ഉപകരണം കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആ
ഒരു ഉപകരണം എല്ലാവർക്കും മുൻപിൽ പരിചയപ്പെടുത്തുകയാണ്. അത് 4 കൈകളുള്ള ഒരു റോബോട്ടിക് പോലുള്ള ഒരു മെഷീൻ ആയിരുന്നു. അത് ഒരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അതിനുശേഷം അദ്ദേഹം ആ ഒരു എക്യുപ്മെന്റ് ധരിക്കുകയും അതിനകത്തുണ്ടായിരുന്ന ഒരു നീഡിൽ അദ്ദേഹത്തിന്റെ സ്പൈനൽ കോഡിന്റെ ഭാഗത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇതിലൂടെ ആ ഒരു മെഷീനും അതുപോലെ തന്നെ അദ്ദേഹം തമ്മിൽ ഒരു കണക്ഷൻ അവിടെ കടന്നു വരികയാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ തലയ്ക്ക് പിന്നിലായിട്ട് ആ എക്യുപ്മെന്റിൽ ഒരു ചിപ്പ് കൂടി അദ്ദേഹം കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം അവിടെ കൂടിയിരുന്നതിൽ ഒരു ലേഡി ചോദിക്കുകയാണ്, ഇതൊരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ? ഇതിനെ എന്നെങ്കിലും നിങ്ങളെ കയറി ഭരിക്കുകയും അതിലൂടെ ഈ ഒരു മിഷൻ നിങ്ങൾ തന്നെ അധികാരം സ്ഥാപിച്ച് ലോകത്തിന് തന്നെ വിനാശകരമായി മാറിയാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് ഒരിക്കലും തന്നെ സംഭവിക്കില്ല. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിപ്പ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. എന്റെ ചിന്തകളിലൂടെ എനിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും ഇവയിലൂടെ സാധ്യമാക്കാനായി സാധിക്കുകയും അതിലൂടെ ഇവയെ എന്റെ അടിമയാക്കി നിർത്താനും എനിക്ക് എന്നും സാധിക്കുമെന്ന് കൂടെ അദ്ദേഹം ഇവിടെ പറയുകയാണ്. ഡോക്ടർ ആവട്ടെ ആ ഒരു എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അതിനാവശ്യമായത് വളരെയധികം കോസ്റ്റ്ലി ആയതും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റുമായിട്ട് ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത് ട്രിഡിയം എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്. ട്രിഡിയം എന്ന് പറയുന്ന ഈ ഒരു വസ്തു വളരെയധികം എക്സ്പെൻസീവും അതുപോലെ തന്നെ വളരെയധികം വിരളവുമാണ്. ആ ഒരു വസ്തു ഇദ്ദേഹത്തിന് മേടിച്ചു കൊടുത്തത് ഹാരിയുടെ കമ്പനിയാണ്. ആ ഒരു വസ്തു എന്ന് പറയുന്നത് ഒരു ചെറിയ ബോൾ പോലത്തെ ഒരു സാധനമാണ്. ഉടൻ തന്നെ അദ്ദേഹം നിർമ്മിച്ച ആ ഒരു എക്യുപ്മെന്റിൽ നിന്ന് ഒരു കൈ ട്രിഡിയം എന്ന ആ ഒരു വസ്തു അദ്ദേഹത്തിന്റെ ബോഡിയിൽ ഘടിപ്പിക്കുകയാണ്. പിന്നീട് അതിൽ നിന്നൊരു കിരണം പുറപ്പെടുകയും ആ ഒരു ട്രിഡിയം ചുട്ടു പഴുക്കാനായി തുടങ്ങുകയും ചെയ്യുകയാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അതൊരു കൊച്ചു സൂര്യനായിട്ട് മാറാൻ വേണ്ടി തുടങ്ങുകയാണ്. അൺലിമിറ്റഡ് എനർജി, അതായത് ഒരുപാട് എനർജി അവിടെ ഉണ്ടാവുകയാണ്. ഇതോടുകൂടെ നമ്മുടെ ഡോക്ടറിന്റെ ആ ഒരു പരീക്ഷണം അവിടെ വിജയത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ ഇപ്പൊ എല്ലാവരും കൈയടിക്കാനും അതുപോലെ തന്നെ ഡോക്ടറിനെ പ്രശംസിക്കാനൊക്കെ തുടങ്ങുകയാണ്. ഈ സമയത്താണ് പീറ്ററിന്റെ കണ്ണിൽ ഒരു കാര്യം പെട്ടത്. പീറ്റർ ഇപ്പൊ താഴേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു നീഡിൽ ആ ഒരു തീഗോളത്തിലേക്ക് അടുക്കുന്നതായിട്ട് അവന് കാണാൻ സാധിച്ചു. പിന്നീടാവട്ടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മെറ്റൽ പീസസും പൊളിഞ്ഞു വരികയും അത് ആ ഒരു ഗോളത്തിലേക്ക് അടുക്കുന്നതായിട്ട് കാണാനും സാധിക്കുകയാണ്. കൂടി നിന്ന് എല്ലാവരുടെയും മുഖത്ത് ഒരുപാട് ഭയവും അവരെല്ലാവരും തന്നെ സ്പ്ലിറ്റായി ഓടാൻ തുടങ്ങുകയൊക്കെ ചെയ്യുകയാണ്. ആരും ഭയപ്പെടേണ്ടതില്ല, എനിക്കിതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ കൺട്രോളിൽ നിന്ന് പോയിരുന്നു. എല്ലാവരും ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ ഒരു കൊച്ചു തീഗോളം വലിയൊരു തീഗോളമായി മാറാൻ തുടങ്ങുകയും ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് അതിന്റെ കൺട്രോൾ പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. സിറ്റുവേഷൻ കൂടുതൽ മോശമാവുകയാണെന്ന് മനസ്സിലായ നമ്മുടെ സ്പൈഡർമാൻ ആവട്ടെ പെട്ടെന്ന് തന്നെ അവന്റെ സ്യൂട്ടൊക്കെ അണിഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയും ആ ഒരു എക്യുപ്മെന്റിനെ പവർ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഇതിനിടയിൽ ഡോക്ടറുടെ ആ ഒരു കൈ അവൻ തട്ടിക്കളയാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. ഒടുന്നനെ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഗ്ലാസ് തകരുകയും ആ ഭീമാകാരനായ ഗ്ലാസ് ഒക്ടോവിയസിന്റെ ഭാര്യ ലക്ഷ്യമാക്കി വരികയും അത് അവരുടെ ദേഹത്ത് വീണ് എല്ലാ കുപ്പിച്ചിലുകളും അവരുടെ ദേഹത്ത് കൊണ്ടുകയറി അവരവിടെ മരിച്ചു പോവുകയാണ്. ചേതനയേറ്റ് കിടക്കുന്ന തന്റെ ഭാര്യയുടെ രൂപം കണ്ട നമ്മുടെ ഒക്ടോവിയസ് ആവട്ടെ അവിടെ അലറിക്കരയുകയാണ്. ഈ ഒരു സമയത്ത് ആ ഒരു ഗോളം തകരുകയും അതിനകത്തുണ്ടായിരുന്ന എനർജി കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച ആ ഒരു എക്യുപ്മെന്റിലേക്ക് കയറുകയും ചെയ്യുകയാണ്. ഇതിനെ തുടർന്ന് അദ്ദേഹം അവിടെ കണക്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ചിപ്പ് തന്നെ തകർന്നു പോകുന്നു. ഡോക്ടറിന് വേദന സഹിക്കാൻ കഴിയാതെ അലറി കരയുകയാണ്. തൽക്ഷണം സ്പൈഡർമാൻ അങ്ങോട്ടേക്ക് കടന്നു വന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ കണക്ഷനും വിച്ഛേദിക്കുന്നുണ്ടെങ്കിലും അവിടെ ആകമാനം ഒരു തീഗോളമായി മാറാൻ തുടങ്ങിയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ ആംബുലൻസും അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഡോക്ടറുടെ ഭാര്യയുടെ ജഡം അവരവിടുന്ന് പുറത്തു കൊണ്ടുവരികയാണ്. ഈ സമയത്ത് ഹാരിക്ക് അവിടെ ഒരുപാട് ദേഷ്യവും അതുപോലെ തന്നെ ഒരുപാട് സങ്കടവും വരികയാണ്. കാരണം ഹാരിയുടെ കമ്പനിയാണ് ഈ ഒരു വലിയ റിസർച്ചിന് വേണ്ടിയുള്ള ഭീമമായുള്ള തുക നൽകിയിരുന്നത്. അതിപ്പോ മുഴുവനായി നഷ്ടമായിരിക്കുന്നു. അതിനെ തുടർന്ന് ഹാരി ഇവിടെ വളരെയധികം ഡിസപ്പോയിന്റഡ് ആവുകയാണ്. ഹാരിയുടെ കമ്പനി തന്നെ തകർന്നു പോകാനുള്ള എല്ലാ സാധ്യതയും അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. ഇതൊക്കെ ഓർത്തിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുകയാണ് ഹാരി ഇവിടെ. ഈ സമയത്ത് പീറ്റർ ആവട്ടെ ഡോക്ടറുടെ ഭാര്യയുടെ ജഡത്തെ നോക്കി നിസ്സഹായനായി നിൽക്കുകയാണ്. പിന്നീട് അവിടെ നിന്ന് ഡോക്ടറെ പുറത്തേക്ക് കൊണ്ടുവരികയും ഒരു ലാബിൽ കൊണ്ടുവന്നതിന് ശേഷം ഡോക്ടറെ ചെക്ക് ചെയ്യുകയും ചെയ്യുകയാണ്. ചെക്കപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും തന്നെ അത്ഭുതപ്പെടുകയാണ്. കാരണം ആ ഒരു എക്യുപ്മെന്റ് ഇപ്പൊ ഡോക്ടറുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ നീഡിൽസ് എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ നട്ടെല്ലിൽ ചുറ്റിപ്പിണഞ്ഞാണ് കിടക്കുന്നത്. അത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ മരണം സംഭവിക്കും. അതിനെ തുടർന്ന് അതിന്റെ ഇരുമ്പ് കൈകളെല്ലാം തന്നെ അറുത്തു മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ കടന്നു വരികയാണ്. പിന്നീട് ഡോക്ടേഴ്സ് ആവട്ടെ അത് അറുത്തുമാറ്റാൻ തുടങ്ങിയപ്പോഴേക്കും വളരെ അപ്രതീക്ഷിതമായിട്ട് ആ കൈകളെല്ലാം തന്നെ ചലിക്കാൻ തുടങ്ങുകയാണ്. അതിനിപ്പോൾ സ്വന്തമായി ചിന്തിക്കാനുള്ള ഒരു പവർ കടന്നു വന്നിരിക്കുന്നു. അതിനെ തുടർന്ന് അതിനെ നശിപ്പിക്കാൻ വന്ന എല്ലാവരെയും അത് അവിടെ നശിപ്പിച്ചു കളയുകയാണ്. ഡോക്ടേഴ്സിനെ എല്ലാം തന്നെ വളരെ ക്രൂരമായിട്ട് അതവിടെ കൊന്നുകളയുന്നു. പാവ ഒക്ടോവിയസ് ആവട്ടെ ഇതൊന്നും തന്നെ അറിയാതെ മയങ്ങി ആ ഒരു ടേബിളിൽ കിടക്കുകയാണ്.
കുറെ സമയത്തിന് ശേഷം അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം പുറത്തേക്ക് കടന്നു വരികയാണ്. ഈ സമയത്താണ് വളരെ സ്പീഡിൽ ചീറിപ്പാഞ്ഞ ഒരു കാർ അദ്ദേഹത്തെ ലക്ഷ്യമാക്കി വരുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചത്. എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണു പൊത്തി നിന്ന് അദ്ദേഹത്തിന്റെ കൈകൾ ചെയ്തത് കണ്ട് അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. മറ്റൊന്നുമായിരുന്നില്ല, ആ ഒരു കാറിന് തന്നെ അദ്ദേഹത്തിന് ഇരുമ്പു കൈകൾ തൂക്കി എറിയുകയാണ്. തനിക്ക് ചുറ്റും എന്താണ് നടക്കുന്നത് പോലും ഡോക്ടറിന് മനസ്സിലാവുന്നില്ല. പതിയെ പതിയെ അദ്ദേഹം യഥാർത്ഥ ബോധത്തിലേക്ക് കടന്നു വരുന്നുണ്ട് എങ്കിലും ഇപ്പൊ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത് ആ ഒരു യന്ത്രമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പൊ ഒരു മനുഷ്യനായിട്ടും അതുപോലെ തന്നെ ഒരു യന്ത്രമായിട്ടും പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ആ ഒരു യന്ത്രത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഡോക്ടർ പതിയെ പതിയെ ഒരു ഭീകര സത്വമായി തന്നെ മാറാൻ തുടങ്ങിയിരിക്കുന്നു. അതിനുശേഷം ഡോക്ടർ അവിടെ വളരെ സേഫ് ആയിട്ട് ഒരു ഇടത്തേക്ക് മാറുകയും ചെയ്യുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് പത്രപ്രവർത്തകനായിട്ടുള്ള ജെയിംസിനെയാണ്. അദ്ദേഹം ഈ വാർത്ത അറിഞ്ഞ് ഇതിനെ എങ്ങനെയെങ്കിലും പൊലിപ്പിച്ച് ഒരുപാട് പേരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും അതിലൂടെ വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുമാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊടിപ്പും തൊങ്ങലൊക്കെ ചേർത്തുകൊണ്ട് അദ്ദേഹം വലിയൊരു സ്റ്റോർ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് അസിസ്റ്റൻസിന്റെ അടുത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. 4 കൈകൾ ഒരു ഭീമാകാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നശിപ്പിക്കുന്നു എന്ന ക്യാപ്ഷനിലായിരുന്നു അദ്ദേഹത്തിന്റെ പത്രം പുറത്തു വന്നിരുന്നത്. ഈ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് പീറ്റർ എത്തുകയും പീറ്റർ അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്യുകയാണ്. ഇന്നാവട്ടെ പീറ്ററിന്റെ കയ്യിൽ പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫ്സ് ഒന്നും തന്നെ ഇല്ലാത്തതിനെ തുടർന്ന് ജെയിംസ് അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. ഈ സമയത്ത് മറ്റൊരാൾ അങ്ങോട്ട് കടന്നു വരികയും നമ്മുടെ പ്രധാനപ്പെട്ട ഫോട്ടോഗ്രാഫർ എത്തിച്ചേർന്നിട്ടില്ല എന്ന് ജെയിംസിന്റെ അടുത്ത് പറയുകയും ചെയ്യുകയാണ്. ഉടൻ തന്നെ ജെയിംസ് ആവട്ടെ പീറ്ററിനെ തിരിച്ചു വിളിക്കുകയും അദ്ദേഹത്തിന്റെ മകളുടെ ഒരു എൻഗേജ്മെന്റ് നടക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഒരുപാട് VIPs ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നീ ഫോട്ടോഗ്രാഫറായിട്ട് വരികയും ഫോട്ടോസ് എടുക്കുകയും വേണമെന്ന് അവന്റെ അടുത്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. വീണ്ടും കാണിക്കുന്നത് നമ്മുടെ വില്ലനായിട്ടുള്ള ഡോക്ടറെയാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു വിജനമായ സ്ഥലത്ത് നിന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഭാര്യ നഷ്ടപ്പെട്ട വേദനയിലാണ് ഡോക്ടർ ഇവിടെ നിൽക്കുന്നത്. യെസ്, പീറ്റർ പറഞ്ഞത് ശരിയായിരുന്നു. അവന്റെ മുന്നറിയിപ്പ് കേൾക്കാതിരുന്നതിനെ തുടർന്ന് എനിക്ക് എന്റെ ജീവനായി ഭാര്യയെ നഷ്ടപ്പെട്ടു. ഇങ്ങനെ അദ്ദേഹം വളരെ പോസിറ്റീവായി ചിന്തിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ചിന്തകളെ ആ ഒരു മിഷൻ മാറ്റാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇല്ല, ഞാൻ ഇനിയും ആ ഒരു എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്യും. അതിലൂടെ വലിയൊരു എനർജി സോഴ്സ് തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് വീണ്ടും ട്രിഡിയം ആവശ്യമുണ്ട്. ട്രിഡിയം ലഭിക്കണമെങ്കിൽ ഒരുപാട് തുക ആവശ്യമാണ്. അതെങ്ങനെ ലഭിക്കുമെന്നൊക്കെ അദ്ദേഹം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും തുക തനിക്ക് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആ ഒരു എക്യുപ്മെന്റ് അദ്ദേഹത്തിനെ മോഷ്ടിക്കാനായിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നത്. മോഷണം തെറ്റല്ലേ എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ടെങ്കിലും ആ ഒരു എക്യുപ്മെന്റ് അദ്ദേഹത്തിനെ മോഷ്ടിക്കാനായിട്ട് നല്ല രീതിയിൽ പ്രേരിപ്പിക്കുകയാണ്. പിന്നീട് അദ്ദേഹവും ആ ഒരു യന്ത്രത്തിന് വശംവദനാവുകയും മോഷണം സ്ഥിരമാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയും ചെയ്യുകയാണ്. മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒരു പ്ലാൻ തന്നെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അടുത്ത ദിവസം കാണിക്കുന്നത് പീറ്ററിനെയും അതുപോലെ തന്നെ അവന്റെ ആന്റിയുമാണ്. പീറ്ററും ആന്റിയും ഇപ്പോൾ ഒരു ബാങ്കിൽ എത്തിയിട്ടാണ് ഉള്ളത്. അവരിപ്പോൾ അവിടെ വന്നതിന് കാരണം മുൻപ് അവർക്കൊരു ജപ്തി നോട്ടീസ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരവിടെ വന്നിരുന്നത്. ഈ സമയത്ത് തന്നെ ഡോക്ടർ ഒക്ടോവിയസ് അദ്ദേഹത്തിന്റെ മോൺസ്റ്റർ ആയിട്ടുള്ള ആ ഒരു 4 കൈകളുമായി അവിടെ എത്തുകയും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന പണം അപഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അവിടെ വന്ന സെക്യൂരിറ്റി ഗാർഡ്സിനെ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ആ 4 ഇരുമ്പു കൈകൾ അതിക്രൂരമായിട്ട് നശിപ്പിച്ചു കളയുകയാണ്. ഒട്ടും തന്നെ സമയം കളയാതെ അദ്ദേഹത്തിന്റെ ഇരുമ്പു കൈകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത്രയും വലിയ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ലോക്കർ തന്നെ തകർത്ത് അതിന്റെ അകത്തുണ്ടായിരുന്ന സ്വർണ്ണക്കിഴികൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഡോക്ടർ ഒക്ടോവിയസ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മുടെ സ്പൈഡർമാൻ ആവട്ടെ പെട്ടെന്ന് തന്നെ ഒരു സൈഡിലേക്ക് മാറുകയും അദ്ദേഹത്തിന്റെ സ്യൂട്ടൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കടന്നു വന്ന് നമ്മളുടെ ഡോക്ടറുമായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. പിന്നീട് അവിടെ കാണാൻ സാധിക്കുന്നത് ഡോക്ടറും അതുപോലെ തന്നെ സ്പൈഡർമാൻ ചേർന്നുള്ള നല്ല കിടുക്കാച്ചി ഒരു ഫൈറ്റ് ആണ്. ഫൈറ്റിന്റെ ഒടുവിൽ നമ്മൾ ഡോക്ടർ ആവട്ടെ പീറ്ററിനെ പിടിക്കുകയും അദ്ദേഹത്തിന് ഇരുമ്പ് കൈകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പീറ്ററിന്റെ തല തന്നെ ഞെക്കി പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ്. തൽക്ഷണം തന്നെ പീറ്റർ ആവട്ടെ അവന്റെ കയ്യിലുണ്ടായിരുന്ന നെറ്റ് പുറപ്പെടുവിക്കുകയും ആ ഒരു നെറ്റ് അവൻ ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയും ചെയ്യുകയാണ്. അതിൽ ഒരെണ്ണം ഒക്ടോബസ് തടുക്കുന്നുണ്ടെങ്കിലും മറ്റൊന്ന് തടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിലൂടെ ഡോക്ടർ ആവട്ടെ അവിടെ നിന്ന് പുറത്തേക്ക് വീണു പോവുകയാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അവിടേക്ക് ഒരുപാട് പോലീസുകാർ എത്തിച്ചേരുകയാണ്. പിന്നീട് ഡോക്ടർക്ക് നേരെ ഒരുപാട് വെടി ഉതിർക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഫലിക്കുന്നില്ല. ഈ സമയത്ത് ഡോക്ടർ ആവട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധയെ അദ്ദേഹത്തിന് ഇരുമ്പ് കൈകൾ ഉപയോഗിച്ചുകൊണ്ട് പൊക്കിയെടുക്കുകയാണ്. മാത്രമല്ല മറ്റു 2 കൈകളിൽ 2 സ്വർണ്ണക്കിഴികൾ കൂടെ അദ്ദേഹം കരുതിയിരുന്നു. ആ വൃദ്ധയായ സ്ത്രീ മറ്റാരുമായിരുന്നില്ല, അത് പീറ്ററിന്റെ ആന്റി തന്നെയായിരുന്നു. പീറ്ററിന്റെ ആന്റിയുമായിട്ട് അവനിപ്പോ വലിയൊരു ബിൽഡിങ്ങിനെ മുകളിലേക്ക് കയറുകയാണ്. ആന്റി നല്ല രീതിയിൽ ഒച്ച വെക്കുന്നുണ്ടെങ്കിലും ആർക്കും തന്നെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇതൊക്കെ നോക്കി നിൽക്കാനായിട്ട് നമ്മൾ പീറ്ററിനെ സാധിക്കുമോ? പീറ്ററിനെ ആന്റിയാണല്ലോ ഒക്ടോവിയസ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പീറ്റർ അങ്ങോട്ടേക്ക് പറന്നു വരികയും
അതിനുശേഷം ഡോക്ടർ ഒക്ടോവിയസുമായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ആൻഡി അവിടെ തന്റെ കുട ഉപയോഗിച്ച് അവിടെ ഒരു സ്ഥലത്ത് തൂങ്ങിക്കിടക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഒക്ടോവിയസും അതുപോലെ തന്നെ സ്പൈഡർമാനും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുകയാണ്. ഫൈറ്റിന്റെ ഒടുവിൽ ഒക്ടോവിയസ് ആവട്ടെ സ്പൈഡർമാനെ ചുരുട്ടി ഒരു ബിൽഡിങ്ങിന് മുകളിലേക്ക് ഇടുകയാണ്. സ്പൈഡർമാൻ ദൂരത്ത് നിന്ന് തന്നെ ഒക്ടോവിയസ് ലക്ഷ്യമാക്കി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഒക്ടോവിയസ് ആവട്ടെ അവന്റെ ഇരുമ്പ് കൈകളിൽ ഒരു കൂർത്ത കമ്പി ഉണ്ടാക്കുകയും പിന്നീട് അവിടെ രക്ഷപ്പെട്ട് നിൽക്കുന്ന ആന്റിയെ തന്റെ ഇരുമ്പ് കൈകൾ ചുറ്റിപ്പിടിച്ച് നിൽക്കുകയാണ് ഒക്ടോവിയസ്. അത് ഉപയോഗിച്ച് സ്പൈഡർമാനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയും ചെയ്യുകയാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ആന്റി ആവട്ടെ ആന്റിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കുട ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒക്ടോവിയസിന് തലക്കിട്ട് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. തൽക്ഷണം ഒക്ടോവിയസിന് ശ്രദ്ധ മാറുകയും അതിലൂടെ സ്പൈഡർമാൻ രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ഒരു സമയത്ത് ആന്റി ആവട്ടെ ഒക്ടോവിയസിന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. പിന്നീട് സ്പൈഡർമാൻ ഒക്ടോവിയസിനെ വിട്ടതിന് ശേഷം ആന്റിയുടെ ജീവൻ രക്ഷിക്കുകയും ആന്റിയെ സേഫ് ആയിട്ട് താഴെ ഇറക്കുകയും ചെയ്യുകയാണ്. ആന്റിയെ രക്ഷിച്ചത് തന്റെ കൊച്ചുമോൻ തന്നെയാണെന്ന് ആന്റിക്ക് ഇവിടെ മനസ്സിലായതേ ഇല്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് ജെയിംസിന്റെ വീട്ടിലെ നൈറ്റ് പാർട്ടിയാണ്. അവിടെ എല്ലാവരും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് VIPs അങ്ങോട്ടേക്ക് കടന്നു വരികയും അവരുടെ ഫോട്ടോ എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് പീറ്റർ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് പീറ്ററിന്റെ ശ്രദ്ധയിൽ മറ്റൊരു കാര്യം പെട്ടത്. അതായത് അവന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഹാരി അവിടെ ഒരു സ്ഥലത്തിരുന്ന് നല്ല രീതിയിൽ മദ്യപിച്ച് അതുപോലെ തന്നെ ഒരുപാട് ദുഃഖിതനായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുകയാണ്. ഈ ഒരു കാഴ്ചയാണ് പീറ്ററിനാവട്ടെ അതൊട്ടും തന്നെ സഹിക്കാൻ സാധിച്ചില്ല. അതിനുശേഷം പീറ്റർ ഹാരിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കാതെ ഹാരി ഇവിടെ പീറ്ററിനെ ഒഴിവാക്കുകയാണ്. ഈ ഒരു വേളയിലാണ് ജെയിംസ് തന്റെ മകൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു പെൺകുട്ടിയെ അവർക്ക് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു കാഴ്ച കണ്ട പീറ്റർ അവിടെ ഞെട്ടിപ്പോവുകയാണ്. അത് മറ്റാരുമായിരുന്നില്ല, പീറ്റർ ഒരുപാട് സ്നേഹിച്ചിരുന്ന മേരി തന്നെയായിരുന്നു. ഒറ്റയ്ക്ക് ഒരിടത്ത് മാറി നിൽക്കുന്ന മേരിയുടെ അടുത്തേക്ക് പീറ്റർ കടന്നു വരികയും അന്നുണ്ടായ എല്ലാ കാര്യങ്ങളും അവളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അന്ന് ഞാൻ നിന്റെ ഡ്രാമ കാണാൻ വന്നിരുന്നു, പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് എനിക്കതിനുള്ളിൽ പ്രവേശിക്കാനോ നിന്നെ കാണാനോ സാധിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മേരി അതൊന്നും തന്നെ കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അതുപോലെ തന്നെ വിശ്വസിച്ചിരുന്നു, പക്ഷെ ഇനി അത് ഒരിക്കലും തന്നെ ഉണ്ടാവില്ല. നീ എന്നെ ചതിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് കടന്നു പോകുന്നു. ഈ സമയം തന്നെ പീറ്ററിന്റെ അടുത്തേക്ക് കുടിച്ച് ലെക്ക് കെട്ടി നിൽക്കുന്ന ഹാരി കടന്നു വരികയും പീറ്ററിന്റെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറുകയും ചെയ്യുകയാണ്. നിനക്കറിയാം സ്പൈഡർമാൻ ആരാണെന്ന്, നീ തീർച്ചയായിട്ടും എന്റെ അടുത്ത് പറയാനൊക്കെ പറഞ്ഞ് പീറ്ററിനോട് കുത്തി ചോദിക്കുകയാണ് ഹാരി. ഇവിടെ പീറ്റർ ഒന്നും തന്നെ മറുപടി പറയാത്തതിനെ തുടർന്ന് ഹാരി ഇവിടെ പീറ്ററിനെ മുഖത്തടിക്കുകയും കൂടെ ചെയ്യുകയാണ്. ഇതിനെ തുടർന്ന് പീറ്റർ ഇവിടെ മാനസികമായും അതുപോലെ തന്നെ ശാരീരികമായിട്ടും തകർന്നു പോവുകയാണ്. തനിക്ക് ഇഷ്ടപ്പെട്ട മേരി തന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. താൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന തന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായ ഹാരി ഇപ്പോൾ തന്റെ ശത്രുവായി മാറി കഴിയുകയും അതുപോലെ തന്നെ അവൻ തന്നെ അടിക്കുകയും ചെയ്തിരിക്കുന്നു. പീറ്റർ അവിടെ മാനസികമായി ഒരുപാട് തകർന്നുകൊണ്ട് തന്റെ സ്യൂട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇപ്പോൾ വലിയ വലിയ ബിൽഡിങ്ങിന് മുകളിലൂടെ അവന് നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് പറന്ന് നടക്കുകയാണ് ഇപ്പൊ നമ്മുടെ പീറ്റർ ഇവിടെ. ഈ ഒരു സമയത്ത് അവന് നെറ്റ് പെട്ടെന്ന് വർക്കാവാതാവുകയും അതിലൂടെ വലിയൊരു ഉയരത്തിൽ നിന്ന് അവൻ താഴേക്ക് വീഴുകയും ചെയ്യുകയാണ്. അവൻ ഇപ്പോൾ തെറിച്ചു വീണിരിക്കുന്നത് ഒരു തെരുവിലേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ന്യൂസ് പേപ്പർ അവൻ വായിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അത് സാധിക്കുന്നില്ല. പിന്നീട് അവൻ വീണ്ടും ചുമരിലേക്ക് തന്റെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്റെ ഒട്ടിപ്പിടിക്കാനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെട്ട് അവൻ വീണ്ടും താഴേക്ക് പതിക്കുകയാണ്. പീറ്റർ ഇപ്പോൾ വളരെ കഷ്ടപ്പെട്ട് വീട്ടിൽ തിരിച്ചെത്തുകയാണ്. പിന്നീട് ജെയിംസിന്റെ പത്രങ്ങളെല്ലാം തന്നെ വായിക്കുമ്പോൾ അവന് കാണാൻ സാധിച്ചത് സ്പൈഡർമാനെ കുറിച്ച് വന്നിട്ടുള്ള വളരെ മോശമായിട്ടുള്ള വാർത്തകൾ മാത്രമാണ്. കാരണം സ്പൈഡർമാനെ കുറിച്ചുള്ള മോശമായ വാർത്തകൾക്ക് അത്രയേറെ ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് വീണ്ടും നമ്മുടെ പീറ്റർ അവിടെ വളരെയധികം വിഷമിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഡോക്ടർ ഒക്ടോവിയസിനാണ്. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ രഹസ്യ സംഘത്തിലിരുന്ന അദ്ദേഹത്തിന്റെ പഴയ എക്സ്പെരിമെന്റ് വീണ്ടും പുനരാവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു എക്സ്പെരിമെന്റ് പഴയതിനെ കഴിഞ്ഞും വളരെ മികച്ചതായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടറുടെ എക്സ്പെരിമെന്റ് ഇപ്പോൾ വളരെ ലാർജ് സ്കെയിൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പാക്റ്റും അത്രത്തോളം വലുതായിരിക്കും. അടുത്ത സീനിൽ വീണ്ടും കാണിക്കുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള പീറ്ററിനെയാണ്. പീറ്റർ ഇപ്പോൾ വലിയൊരു ആലോചനയിലാണ്. കാരണം അവൻ ഇത്തരത്തിൽ ജനങ്ങളെ സേവിക്കാൻ നടക്കുന്നത് കൊണ്ടാണ് അവനിപ്പോൾ അവന്റെ ലൈഫ് നോക്കാൻ കഴിയാത്തതും അതുപോലെ തന്നെ അവന്റെ കാമുകി, പഠനം, ഫ്രണ്ട്സ് എല്ലാവരും അവനെ ഉപേക്ഷിച്ച് പോകുന്നതും എല്ലാം തന്നെ ഈ ഒരു കാരണം കൊണ്ടാണ്. അതിനാൽ തന്നെ അവൻ ഇനി സ്പൈഡർമാൻ സ്യൂട്ട് അണിഞ്ഞുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കാനോ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനോ പോവില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കടന്നു വരികയാണ്. മുതൽ എനിക്ക് എന്റെ കാര്യം മാത്രം എങ്കിൽ മാത്രമേ എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ സ്പൈഡർ ആവട്ടെ അവന്റെ സ്യൂട്ടും എടുത്ത് പുറത്തൊരു തെരുവിലേക്ക് പോവുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു വേസ്റ്റ് ബിന്നിൽ ആ ഒരു സ്പൈഡർ സ്യൂട്ട് ഉപേക്ഷിച്ചതിന് ശേഷം അവനിപ്പോൾ തിരികെ പോവുകയാണ്. ഇനി ജനങ്ങൾക്ക് കാവൽക്കാരൻ ആരാകും? സ്പൈഡർമാന്റെ ശക്തി ഇത്തരത്തിൽ കുറയാൻ കാരണം എന്തായിരിക്കും എന്നൊക്കെ അറിയണമെങ്കിൽ അടുത്ത പാർട്ട് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തേ കഴിയുകയുള്ളൂ. സിനിമ നമ്മുടെ സ്പൈഡർമാൻ്റെതായതുകൊണ്ട് തന്നെ ലെങ്ത് ഒരു അല്പം തന്നെ കൂടിപ്പോയി. അതുകൊണ്ട് ഈ ഒരു സിനിമയുടെ ബാക്കി കാണണമെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാരെല്ലാവരും തന്നെ അടുത്ത പാർട്ട് വരും വരെ വെയിറ്റ് ചെയ്തേ തീരുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഒരു മൂവി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെല്ലാവരും തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. സ്പൈഡി ഫാൻസ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് ഈ ഒരു മൂവി ഷെയർ കൂടി ചെയ്യുക. അപ്പൊ അടുത്ത പാർട്ടായിട്ട് കാണും വരെ സ്റ്റേ ട്യൂൺ.